പ്ലാൻ ബി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഇതേ കണക്ക് ഭർത്താവിനെയും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുമ്പ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊന്നും ഈ യൂട്യൂബ് ചാനലൊന്നും പറയുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള 3 മരുമക്കളുണ്ടെങ്കിൽ ഇതേ കണക്ക് വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോയി ഇതിനെപ്പറ്റി ഇനി ചോദിക്കരുതെന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ജാഫർ ഉണ്ടെങ്കിൽ പുതിയൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാട്ടിന് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ അറിഞ്ഞിട്ടും ഉണ്ടെങ്കിൽ കുറേ പേര് പിന്നെയും ഇതിനെ പറ്റിയുള്ള അപ്ഡേറ്റ് എന്തുവായി, അങ്ങനെ എന്തിനാണ് ഇവളിങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിനൊരു മറുപടി എന്നുള്ള രീതിയിലായിരുന്നു ബാക്കിയുള്ള 3 പേരും ഇപ്പോൾ രംഗത്ത് വന്നിട്ട് പറയുന്നത്. ഇതേ കണക്കുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, അവൾ പോയി അവളുടെ കാര്യം നോക്കി അവൾ പോയിട്ടുണ്ട്, ഇനി ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഞങ്ങൾക്കൊന്നും വിശദീകരിക്കാൻ താല്പര്യമില്ല, ബാക്കിയുള്ളവർ ഇതിനെപ്പറ്റി ചോദിക്കാനും പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇവർക്ക് താല്പര്യം കാണത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്. അത് എല്ലാവരുടെ ഇങ്ങനെ അറിയിക്കാൻ വലിയ താല്പര്യമൊന്നും എല്ലാവർക്കും ഉണ്ടായിരിക്കത്തില്ല. അതേ കാര്യം തന്നെയാണ് ഇവർക്കും. അതിനെ തുടർന്നുണ്ടെങ്കിൽ ഇത് കണക്ക് ഇനി ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്ന് ആ വീഡിയോയിലും പറയുന്നുണ്ട്.